നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമാ ന്യൂസ്. മാർത്തോമാ സഭയിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശമാശ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവരുടെ പട്ടംകൊട ശുശ്രൂഷകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മാങ്ങാനം സെയിന്റ് പീറ്റേഴ്സ് മാർത്തോമാ പള്ളിയിൽ നടന്ന ശുശ്രൂഷയിൽ 3 പേർ ശമാശന്മാരായി. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ കാർമ്മികരായി. എബിൻ ജോസഫ് ഫിലിപ്പ് തെള്ളിയൂർ ശാലയും, ക്രിസ്റ്റി കെ സന്തോഷ് വെള്ളത്തുവൽ ബഥേൽ, നിതിൻ പി ഷിബു പുന്നവേലി സെന്റ് തോമസ് എന്നിവരാണ് ശമാശന്മാരായി ശുശ്രൂഷയിൽ പ്രവേശിച്ചത്. ജൂൺ 21 കുമ്പനാട് വലിയ പള്ളിയിലും 23 അടൂർ ഇമ്മാനുവേൽ പള്ളിയിലും 24 കൈതക്കുഴി മാർത്തോമാ പള്ളിയിലും ജൂലൈ 2 കിടങ്ങന്നൂർ സെന്റ് തോം പള്ളിയിലും 3 റാന്നി ക്രിസ്തോസ് പള്ളിയിലും 4 പുന്നവേലി ബഥേൽ പള്ളിയിലും നിയോഗ ശുശ്രൂഷകൾ നടത്തും. ഡോക്ടർ യുയാക്കി മാർ കൂർലോസ് സഫറഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർദമാസ് സഫറഗൻ മെത്രാപ്പൊലിത്ത, ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ എന്നിവർ വിവിധ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് ശക്തീകരിക്കുകയും യോഗ്യനാക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ആത്മനിറവോടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞ പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ കുടുംബ വീട്ടിലെത്തി മാതാവിനെയും മക്കളെയും മറ്റ് ബന്ധുക്കളെയും ആശ്വസിപ്പിച്ച് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തയും ഡോക്ടർ യുയാക്കി മാർ കൂർലോസ് സഫർഗൻ മെത്രാപ്പൊലിത്തയും, റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫർഗൻ മെത്രാപ്പൊലിത്ത, അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ എന്നിവരും കുടുംബ വീട് സന്ദർശിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന മാതാവ് തുളസിക്കുട്ടി അമ്മയെയും കുഞ്ഞു മക്കളെയും മെത്രാപ്പൊലിത്ത ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ വേദനയിൽ അതിയായ ദുഃഖമുണ്ടെന്നും ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുമെന്നും മെത്രാപ്പൊലിത്ത പറഞ്ഞു. സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, പുല്ലാട് സെഹിയോൻ മാർത്തോമ ഇടവക വികാരി റവറൻഡ് ഡാനിയൽ വർഗീസ്, യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറൻഡ് വിനോയ് ഡാനിയൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദൈവമഹത്വം മറ്റുള്ളവരിൽ ദർശിക്കാൻ കഴിയണമെന്ന് മാർത്തോമാ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തെള്ളിയൂർ MCRD അയിരൂരിൽ വാളമ്പടിയിൽ പുതുതായി ആരംഭിച്ച ലതാ മറിയം ചെറിയാൻ ഫൗണ്ടേഷൻ തെറാപ്പി ക്ലിനിക്കും ഡേ കെയർ സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലിത്ത. ദൈവമഹത്വത്തിന്റെ ആഴങ്ങൾ ദർശിക്കണം, അതിൽ ജീവിക്കാൻ കഴിയണം, മാനവികതയുടെ വക്താക്കളായി മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയണമെന്നും മെത്രാപ്പൊലിത്ത കൂട്ടിച്ചേർത്തു. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട് എന്ന് നാം പറയുന്ന അവസരത്തിൽ സഹജരിൽ അത് കാണുന്നതിനായിട്ട് സാധിക്കണം. ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആഴത്തിലേക്ക് അത് ചുമ്മാ കണ്ടൊക്കെ പോയുമല്ല, അത് കാര്യമായി ചിന്തിച്ച് മനനം ചെയ്ത് ജീവിതത്തിലേക്ക് സംശീകരിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ മാത്രമേ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് സാധിക്കൂ. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിപ്പാനായിട്ട് സാധിക്കും. MCRD പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസഫ് മാർ ബർദമാസ് സഫർഗൻ മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദൈവത്തെ അറിഞ്ഞവരുടെ സേവനമായിരിക്കണം ഇവിടെ നടക്കുന്നത്. എല്ലാ സോഷ്യൽ വർക്കിൻ്റെയും പിന്നിൽ ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കണം. പ്രമോദ് നാരായണൻ MLA, സഭാ സെക്രട്ടറി റവറൻഡ് എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി ആൻസിൽ സക്കറിയ കോമാട്ട്, ഭദ്രാസന സെക്രട്ടറി റവറൻഡ് തോമസ് കോശി പനച്ചമൂട്ടിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി പ്രഭാകരൻ, ക്ഷേമകാര്യം സ്ഥിരം സമിതി അധ്യക്ഷൻ സാംകുട്ടി അയ്യക്കാവിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അനിത കുറുപ്പ്, MCRD സെക്രട്ടറി ഡോക്ടർ KK ജോൺസൺ, ഡയറക്ടർ റവറൻഡ് സുനിൽ മാത്യു, റവറൻഡ് വിനോദ് ഈശോ, റവറൻഡ് മത്തായി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. MCRDക്ക് വേണ്ടി MCRD ലതാ ചെറിയാൻ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിന് സ്ഥലവും കെട്ടിടവും സൗജന്യമായി നൽകിയ പെരുമരത്തിങ്കൽ ചെറിയാൻ ഫിലിപ്പിനെയും സഹോദരൻ ഫിലിപ്പ് ബാബുവിനെയും ട്രഷറർ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ ആദരിച്ചു. അത് നിതാന്ത ജാഗ്രതയോടുകൂടി വീക്ഷിച്ച് അതാത് കാലങ്ങളിൽ സഭ പ്രതികരിക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സ്ഥാപനം. അതിലേറ്റവും
പ്രാധാന്യമുള്ള, എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിലും പ്രവർത്തനമാണ് 44 വർഷം മുമ്പ് ആരംഭിച്ച IMSIAD. മുംബൈ കല്യാൺ ഈശോമാർ തിമത്തിയോസ് മെമ്മോറിയൽ വെൽഫെയർ സെന്റർ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മാർത്തോമ വിദ്യാപീഠത്തിന്റെ 2ാം ഘട്ട വികസന പദ്ധതികളും മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സഭ സമൂഹത്തിൽ പ്രവാചക ശുശ്രൂഷ നിർവഹിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. Technology, though powerful and purposeful, is not infallible. It cannot replace human wisdom, vigilance, or the grace of God that ultimately sustains life of humans and also life of every creature that we find on the planet Earth. മുംബൈ ഭദ്രാസന വികാരി ജനറൽ വെറി റവറൻ തോമസ് കെ ജേക്കബ് അധ്യക്ഷനായിരുന്നു. ഭദ്രാസന ട്രഷറർ VP സൈമൺ, സഭാ കൗൺസിൽ അംഗം വർഗീസ് ഫിലിപ്പ്, റവറൻ സജി P സൈമൺ, റവറൻ ബിജു ജോർജ്, റവറൻ ഷിബു P എബ്രഹാം, റവറൻ ഷാജി C വർഗീസ് എന്നിവർ സംസാരിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയുള്ള പൊയ്ക എബനേസർ മാർത്തോമ മിഷൻ ഹൗസ് കൂദാശ ചെയ്തു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ കൂദാശ നിർവഹിച്ചു. മിഷൻ ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാലാരിവട്ടം ഷാരോൺ മാർത്തോമ ഇടവക നേതൃത്വം നൽകി. വികാരി ജനറൽ വെരി റവറൻ സാംസൺ M ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, പാലാരിവട്ടം ഇടവക വികാരി റവർ ജോർജൻ മാത്യൂസ് ജോൺ, മിഷണറി റവറൻ ബ്ലസൻ A ബെഞ്ചമിൻ എന്നിവർ പങ്കെടുത്തു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഹോസ്കോട്ട് മിഷന്റെ 78ാമത് വാർഷികം ജൂൺ 29 മിഷൻ ക്യാമ്പസിൽ ആഘോഷിക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന സ്തോത്ര ശുശ്രൂഷയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10:30 പൊതുസമ്മേളനവും തുടർന്ന് സ്നേഹവിരുന്നവും ഉണ്ടാകും. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ, സംഘം ഭാരവാഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ബാംഗ്ലൂരിലെ മാർത്തോമ സമൂഹത്തിന്റെ പിന്തുണയിൽ 1947 ഹോസ്കോട്ട് മിഷന് ആരംഭം കുറിച്ചത്. കുട്ടികളുടെ വിജയോത്സവവും പ്രവേശനോത്സവവും ഒരുക്കി തിരുവല്ല ACS ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനം സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് തോമസ് കോശി അധ്യക്ഷത വഹിച്ചു. മാർത്തോമ സ്കൂൾ ഗവേണിംഗ് ബോർഡ് ചെയർമാൻ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ കലണ്ടർ പ്രകാശനം സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു നിർവഹിച്ചു. പ്രിൻസിപ്പൽ ജോൺ K തോമസ്, ഹെഡ്മിസ്ട്രസ് റെനി വർഗീസ്, ഗീത T ജോർജ്, തോമസ് മാത്യു, ജനറൽ കൺവീനർ സെൻമോൻ V ഫിലിപ്പ്, സോഫി കോശി, നിമ്മി തോമസ്, സൗഹൃദ കോർഡിനേറ്റർ റീന ചെറിയാൻ, ശോഭ മേരി എന്നിവർ പ്രസംഗിച്ചു. SSLC +2 അവാർഡ് ദാന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ റൂബിൾ രാജ് മുഖ്യ പ്രഭാഷണം നടത്തി. പാഠ്യ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരിൽ നിർവഹിച്ചു. സുജ C മാത്യു, ബിന്ദു ജോൺ, വൈനി ആശ നൈനാൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ അലീഷ മെറിൻ തോമസ്, നമിത പ്രദീപ്, ആശിഷ് മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. HIV/AIDS ബാധിതരുടെ സംരക്ഷണത്തിനായി മാർത്തോമ സഭ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹതീരം, സ്നേഹഗിരി പ്രോജക്റ്റുകളുടെ രജത ജൂബിലി ആഘോഷിച്ചു. അമരവിള CSI പാരിഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ഐസക് മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. വിളവംകോട് MLA താരഹായ് ഖദ്ബർട്ട് ഉദ്ഘാടനം ചെയ്തു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രിനിറ്റി മാർത്തോമ ഇടവകയുമായി ചേർന്ന് നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽ ദാനവും 25 വിധവകൾക്ക് നൽകുന്ന സ്വയം തൊഴിൽ സഹായ വിതരണവും മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു O പ്ലാവിളയിൽ, ഡയറക്ടർ റവറൻ ബിബിൻ തോമസ്, കൺവീനർ ജെറിൻ K കുമാർ, ട്രിനിറ്റി ഇടവക വികാരി റവറൻ ഡോക്ടർ ജോൺ G മാത്യു, റവറൻ ബിജു S ചെറിയാൻ, ഇവാഞ്ചലിസ്റ്റ് സാം തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന വാർഷിക അസംബ്ലി ജൂലൈ 12 ശനിയാഴ്ച രാവിലെ 10 മുതൽ തിരുവനന്തപുരം JMM സ്റ്റഡി സെന്ററിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. മാർത്തോമ തിയോളജിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ നടന്നു. റൂട്ടഡ് ആൻഡ് റെലവൻറ്റ് ഫോർ എ കോണ്ടെക്സ്ച്വൽ മിനിസ്ട്രി എന്നതായിരുന്നു ചിന്താവിഷയം. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
വേദപഠനങ്ങൾക്ക് റവറൻ ഷിബി പി വർഗീസ്, റവറൻ നെബു കെ വർഗീസ് എന്നിവരും, മുഖ്യ വിഷയ അവതരണങ്ങൾക്ക് റവറൻ തോമസ് റീനു വർഗീസ്, റവറൻ ഡോക്ടർ ജോ ജോസഫ് കുരുവിള, പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശോഷ ജോർജ് എന്നിവരും നേതൃത്വം നൽകി. ഇന്ത്യയിലെ വിവിധ തിയോളജിക്കൽ സെമിനാരികളിൽ അഭ്യസനം നടത്തുന്ന വൈദിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് മാർത്തോമ തിയോളജിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ്. 102 വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ MC തോമസ് സമാപന സന്ദേശം നൽകി. കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിലെ 2025-26 വർഷത്തെ അധ്യയനം ആരംഭിച്ചു. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ദൈവശാസ്ത്ര വിദ്യാഭ്യാസം അക്കാദമിക വ്യായാമമായി ചുരുക്കരുതെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. തിരുവെഴുത്തിൻ്റെ കണ്ണാടിയിലൂടെ കാലത്തിൻ്റെ അടയാളങ്ങൾ വായിക്കുവാനും ദൈവഹിതം തിരിച്ചറിയുവാനും ബോധ്യത്തോടെയും അനുകമ്പയോടെയും പ്രതികരിക്കുവാനും കഴിയുന്ന നേതാക്കൾ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പലായി ചുമതലയിൽ പ്രവേശിച്ച റവറൻ ഡോക്ടർ MC തോമസിൻ്റെ നിയോഗ ശുശ്രൂഷയും നടത്തി. ഡീൻ ഓഫ് സ്റ്റഡീസ് റവറൻ ഡോക്ടർ A ജോൺ ഫിലിപ്പ്, സഭാ സെക്രട്ടറി റവറൻ ABT മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, റവറൻ ഡോക്ടർ VM മാത്യു, റവറൻ ഡോക്ടർ ബ്ലൈസു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. സഭയുടെ പാരമ്പര്യവും വിശ്വാസവും സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ സമൂഹത്തിനായി പ്രവർത്തിക്കാൻ മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിന് കഴിയണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് മെത്രാപ്പൊലീത്ത. മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം റാന്നി നിലയ്ക്കൽ ഭദ്രാസന വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. റവറൻ ഫിലിപ്പ് ബേബി ധ്യാന പ്രസംഗം നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമുട്ടിൽ, റവറൻ TS തോമസ്, എബ്രഹാം കെ മാത്യു, അന്നമ്മ തോമസ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി രാജു ഇടത്തിനത്ത് വാർഷിക റിപ്പോർട്ടും ട്രഷറർ തോമസ് T ജോർജ് വാർഷിക കണക്കും ബജറ്റും അവതരിപ്പിച്ചു. ബലമുള്ള മനസ്സും ജീവിതവുമുള്ള അമ്മമാരാണ് നാടിൻ്റെ ശക്തിയെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത. മാർത്തോമ സുവിശേഷക സേവിക സംഘം റാന്നി നിലയ്ക്കൽ ഭദ്രാസന വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ജിജി അജി തോമസ് ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമുട്ടിൽ, റവറൻ റെജി കെ ഫിലിപ്പ്, റവറൻ വിനോയ് ഡാനിയൽ, ജൂലി T ഇടുകള, വത്സമ്മ തോമസ്, ലീലാമ ജോസ് എന്നിവർ പ്രസംഗിച്ചു. സേവികാ സംഘം ഭദ്രാസന സെക്രട്ടറി ബീന തോമസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഡെയ്സി തോമസ് കണക്കും അവതരിപ്പിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഷാലോം.